ഇവളെങ്ങാനും ഓടിപ്പോയി വല്ല മുയലിനെ കടിക്കുവാണെങ്കിൽ ഇല്ല കേട്ടോ. ഇതുണ്ടോ എൻ്റെ കയ്യിൽ വെള്ളം ഉള്ളതുകൊണ്ട് നക്കി നോക്കുവാണേ. ഇതാണ് കൈ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവിൻ ശ്രേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മൾ ശോഭയുടെ ലീഷ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതിനെ അറിയോ? നമ്മുടെ വീഡിയോസിനകത്ത് ഇതിനു മുമ്പ് നമ്മൾ ശോഭേനെ കിളിക്കൂട്ടിൽ കയറ്റിയപ്പോഴേക്കും കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു ശോഭ ഈ പറഞ്ഞ പോലെ നമ്മുടെ മുയലിനെ ഒന്നും കടിക്കത്തില്ല, കിളിനൊന്നും പിടിക്കത്തില്ല, അവൾ ചുമ്മാ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കിളിക്കൂട്ട് കയറ്റി നോക്കാം. കളിക്കാൻ വേണ്ടിയായിരിക്കുമോ? അപ്പോൾ നമുക്ക് എന്നായാലും ഉണ്ടല്ലോ കടിക്കത്തില്ല. ചേച്ചി എന്നാ പറഞ്ഞത്? ഉറപ്പായിട്ടും. ഓക്കെ, ജിനോജിന്റെ ഒപ്പീനിയൻ ജിനോജൻ പറയാം. ജിനോജൻ എന്നാ പറഞ്ഞത്? റിയാക്ഷൻ കണ്ട കടിക്കുന്ന പോലെയാണ്. എനിക്കും കണ്ടിട്ട് ശോഭ കടിക്കുന്ന പോലെ തോന്നുന്നത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്നാണ്? അപ്പോൾ എന്താണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ശോഭനെ കിളിക്കൂട്ടി കയറ്റാൻ വേണ്ടി പോവാണ്. മുയലിനെയും കിളിനെയും കാണുമ്പോഴേക്കുള്ള അവളുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം കേട്ടോ. അവളെ ലീഷ് എടുത്തിട്ടുണ്ട്. ശോഭ ഇപ്പോൾ എന്നോട് കൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുള്ളിക്കാരി ഇവിടെ ഭയങ്കരമായ ഉറക്കത്തിലാണ്. ഞാൻ പയ്യെ പോകുന്നുള്ളൂ കേട്ടോ. കാരണം ശോഭ ഇപ്പം എല്ലാത്തൊരു പരിപാടിയാണേ. നമ്മുടെ അരാപ്പയ്മയുടെ ടാങ്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, ശോഭ ഇത് കണ്ടോണേ. കാണിച്ചു വിടുന്നേ. ഇത് കണ്ടോ? ശോഭയ്ക്ക് ഞങ്ങൾ പുതിയ തൊട്ടിൽ കെട്ടിക്കൊടുത്തു. കേട്ടൊന്ന് ഉറങ്ങുവാണ്. പുള്ളിക്കാരിക്ക് പുതിയൊരു തൊട്ടിൽ കെട്ടിക്കൊടുത്തോട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത് കിടക്കാനായിട്ട്. ഇത് കണ്ടോ? ശോഭേ, എടി തൊട്ടിൽ ഇഷ്ടപ്പെട്ടോടി? കിടന്നു. ഇപ്പം ഞാൻ വന്നുകൊണ്ട് എണീറ്റാണ് കേട്ടോ. അല്ലെങ്കിൽ കിടന്നോടി അതിനകത്ത്. നമ്മൾ ഇവൾക്ക് തൊട്ടിലിട്ടതിൻ്റെ കാര്യം അറിയോ? നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ പോയിരിക്കുമ്പോഴേക്കും മുണ്ടിനകത്ത് ഇവൾക്ക് കയറി കിടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് തൊട്ടിൽ കെട്ടിയാണ്. തൊട്ടിൽ പുള്ളിക്കാരി ഭയങ്കര ഇഷ്ടമാണ്. ഇത് കിടന്നോളും. അപ്പോൾ നമ്മൾ അവളെ എടുക്കാൻ വേണ്ടി പോകണം. എടി ഇച്ചിരി വെള്ളം കുടിച്ചോ. വെള്ളം കുടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ബാ എന്നായിട്ട് കാലുടയ്ക്കോ. ബാ അയ്യോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു ഹായ് പറഞ്ഞ എല്ലാവരുടെ അടുത്തും. എൻ്റെ അടുത്തല്ല, അവരുടെ അടുത്ത് പറ ഹായ് പറ. ഇവിടെ നമ്മൾ കിളിക്കൂടെ കയറ്റാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ എന്താണ് ഇവളുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. ഒരു കാര്യം ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ലീഷ് ഇടുന്നുണ്ട്. കാര്യം ഇവളെങ്ങാനും ഓടിപ്പോയി വല്ല മുയലിനെ കടിക്കുവാണെങ്കിൽ നമുക്ക് പുറകിൽ നിന്ന് പിടിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ലീഷ് ഇടുന്നുണ്ട്. ലീഷ് ഇടുന്നതാണ് നമ്മുടെ സേഫ്റ്റി കേട്ടോ. അപ്പോൾ പോയാലോ? റെഡിയാണോ? ബാ നമുക്ക് പോകാം കേട്ടോ. നമ്മുടെ കിളിക്കൂടിൻ്റെ എക്സ്റ്റൻഷൻ വർക്ക് തുടങ്ങി. പണി നടന്നുകൊണ്ടിരിക്കുവാണ്. അരാപ്പയ്മയുടെ ടാങ്കിൻ്റെ പണി ഓൾമോസ്റ്റ് തീർന്നത്. ഇത് കണ്ടോ? ഇത്രയായി അരാപ്പയ്മയുടെ ടാങ്കിൻ്റെ പണി ഇന്ന് തീരും കേട്ടോ. അതുപോലെ തന്നെ നമുക്കൊരു സജഷൻ ചോദിക്കാനുള്ളത്, ഈ ടാങ്കിനകത്ത് നമുക്ക് ഏത് കളറാണ് പെയിൻ്റാണ് അടിക്കേണ്ടത്? നമുക്ക് വൈറ്റ് അടിക്കണോ ബ്ലൂ അടിക്കണോ? അപ്പോൾ ആ ഒരു കളറിൽ നമ്മൾ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ശോഭേ ബാ, കമോൺ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, കിളിക്കൂടി കയറ്റുന്നതിന് മുമ്പ് നമുക്ക് ഒരു സാമ്പിൾ അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സിലോപ്പിയനെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ അതിനൊന്ന് കാണിക്കാം കേട്ടോ. ഇവിടെ റിയാക്ഷൻ നമുക്ക് നോക്കാവേ. എടി വാടി, ബാ ഇതിലുമണി കയറി വാ. ഗൈസ് ഇത് കണ്ടോണേ. അപ്പം ഇതിനകത്ത് ഒരു സിലോപ്പി കിടപ്പുണ്ട്. ശോഭേ ഇതുണ്ടോ? എന്നെ പുള്ളിക്കാരി എന്നെ സംഭവം നോക്കുവാണെങ്കിൽ പുള്ളിക്കാരി മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇങ്ങ് വന്നടി. നമുക്ക് അതിനകത്ത് കുറച്ച് വെള്ളം കളയാവേ. ഈ സിലോപ്പിയാണ് നമ്മളുണ്ടല്ലോ കുളത്തിൽ നിന്ന് പിടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ സിലോപ്പി നമ്മുടെ കുളത്തിലുണ്ട്. ഇതിന് എന്നാ ചെയ്യേണ്ടത്? തിരിച്ച് കുളത്തിലേക്ക് ഇടണോ അതോ? ശോഭേ എടി ഇത് കണ്ടോടി. എടി നോക്കടി. ഇത് കണ്ടോ? എന്നത് ഇത് കടിക്കില്ലേ? അപ്പോൾ ഈ സിലോപ്പിന് നമുക്ക് എന്നാ ചെയ്യേണ്ടത്? നമുക്ക് ഇതിനെ കുളത്തിലേക്ക് തിരിച്ചിടണോ അതോ എന്നാ ചെയ്യേണ്ടത്? ഫ്രൈ ചെയ്യണോ തിരിച്ചിടണോ? നമ്മൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പെറ്റ് വരികയും നമ്മുടെ കുളത്തിൽ നിറച്ച് സിലോപ്പിയാവും. അപ്പോൾ ഒത്തിരി മീനായാലും കുഴപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ശോഭേനെ കിളിക്കൂട്ടി കയറ്റിയാലോ. പപ്പ എന്നാ പറയുന്നത്? കിളീനെ കടിക്കുമല്ലോ? കടിക്കാൻ സാധ്യതയുണ്ട്. പപ്പ പറയുന്നത് കടിക്കാൻ സാധ്യതയുള്ളത്. ബാക്കി പപ്പയും ഞാനും മാത്രമേ ഉള്ളൂ കടിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നുള്ളൂ. ബാക്കി ജിനോച്ചാച്ചും മമ്മിയും ചേച്ചിയും പറയുന്നത് ഇവിടെ കടിക്കത്തില്ലെന്നാണ് കേട്ടോ. നമുക്ക് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതുണ്ടോ, നമ്മുടെ റംബൂട്ടാനിൽ ഇഷ്ടംപോലെ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കുറേ പറിച്ചിട്ടുണ്ട്. നമ്മുടെ റംബൂട്ടാനാണ്, നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. ഇത് കാണിച്ചു തരാവേ. കാണിക്കുക, എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് പറിക്കുന്നതാണ് ഇപ്രാവശ്യം. നമുക്ക് ഈ പുറകിൽ ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ നമുക്കൊരു ലിച്ചിയുണ്ട്. ലിച്ചി ഇതുവരെ കായ്ച്ചിട്ടില്ല. അതൊരു റംബൂട്ടാനാണ് കേട്ടോ. അതുപോലെ നമുക്ക് ഫ്രണ്ടിലും അവിടെ ഒരു റംബൂട്ടാനുണ്ട്. അതിൽ നമ്മൾ ഇതുവരെ പറിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു കൊതിച്ച് പോയി നോക്കിയിരിക്കുന്നുണ്ടോ? എന്തെങ്കിലും നമ്മൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ വായും പിടിച്ചോണ്ടിരും. അല്ലേടി ശോഭേ? അല്ലേടി? അങ്ങനെയല്ലേടി? ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്ത് ഉടനെ വായും പിടിച്ചോണ്ടിരും അല്ലേ? ഇവർക്ക് നക്കാൻ കൊടുത്തു വേണമെങ്കിൽ, നക്കിച്ചോ വേണമെങ്കിൽ.
ആ ഇഷ്ടപ്പെട്ടു. വേണ്ട 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 കുരു 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 തിന്നും. അത് മതി അത് മതി, ഒന്ന് നക്കിയാൽ മതി കേട്ടോ. ഓക്കെ ശോഭ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആരാ ശോഭനെ പിടിക്കുന്നത്? പപ്പയ്ക്ക് റംബൂട്ടാൻ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ കിളിക്കൂട്ടി കയറ്റാൻ വേണ്ടി പോകണം. ജിനാശം പിടിച്ചു വന്നാ. ഓക്കെ ലെറ്റ്സ് ഗോ. കം. മൊയിലിനെ കടിച്ചാൽ ജിനോജിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ബുദ്ധിപൂർവ്വം മാറി കേട്ടോ. കയറി വാ, കയറിക്കോ. ഓക്കെ, ആ ആദ്യം ഒരു കാര്യം ചെയ്യും, മമ്മി പപ്പ എല്ലാവരും കയറി നോക്കുവാണേ. ഇതുകൊണ്ടോ പുള്ളിക്കാർ അങ്ങോട്ടേക്ക് നോക്കിയിരിക്കുവാണേ. എങ്ങനെയെങ്കിലും അകത്ത് കയറിയാൽ മതി എന്നാണ് കേട്ടോ. ആദ്യമേ അവരെ കയറ്റി വിടാം. ഫസ്റ്റ് എവിടെ നിന്നും പുള്ളിക്കാർ പുറകെ പോവാണേ. ആ കയറിക്കോ. ശോഭയുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും കിളിക്കൂട്ടി കയറണമെന്നേ. പുള്ളിക്കാർ കയറി ഇവിടെ കൊണ്ടുപോവാ. ഇങ്ങനെ മോറിക്ക് കൊണ്ടുപോവാ. ഫസ്റ്റ് ഇവിടുന്ന് മീനെ ദേ ഇന്നുണ്ടല്ലോ നമ്മുടെ കുളത്തിൽ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് കറക്റ്റായിട്ട് മീനിനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി തീറ്റ എടുത്തോ ചേച്ചി. ഇവിടെ ഒരു ആദ്യം മീൻ തീറ്റ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഇവിടെ നമുക്ക് മീൻ ആദ്യം തീറ്റ ഇട്ട് കൊടുക്കാം. നല്ല വെയിലായതുകൊണ്ട് നമ്മുടെ മീനുകളെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതുണ്ടോ ശോ, മണത്ത് നോക്കുവാണേ. ഇത് നക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ കടിക്കുന്നില്ല കേട്ടോ. ഇതുണ്ടോ എടി പെണ്ണേ അത് കണ്ടടി, നോക്കിയടി. ഓ മൈ ഗോഡ് ഗൈസ്, അവൾ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. അവളൊന്നും ചെയ്യുന്നില്ല. ഇച്ചിരി ഇട്ട് കൊടുത്തേ ചേച്ചി. അവിടെ തൊട്ട് താഴെ അടുത്തിട്ടേ. പുള്ളിക്കാരിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. തൊട്ട് താഴെ പുള്ളിക്കാരി നോക്കുന്ന ഇവരെ ഒന്നും അല്ല. ഇത് കണ്ടോണേ, അവിടെ ഒരു പ്രാവ് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ അവിടെ പ്രാവുകളും മൊയിലുകളും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. അവരെയാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. മീനിനോട് അത്രയ്ക്ക് വലിയ താല്പര്യമില്ലെന്നാണ് ഇത് കണ്ടോണേ. വേണ്ട, മീനിനോട് അത്രയ്ക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. മീനിനെ അവൾക്ക് ഫ്രൈ ചെയ്ത് താല്പര്യമുള്ളൂ, അല്ലെങ്കിൽ കറി വെച്ച് കൊടുക്കണം. പുള്ളിക്കാരുടെ നോട്ടം കണ്ടത് ഇതുണ്ടോ? ഇതാണ് നോട്ടം അങ്ങോട്ടേക്ക്. പ്രാവ് ഇരിക്കുന്നുണ്ടോ? പ്രാവിൻ്റെ കുഞ്ഞിരിക്കുന്നുണ്ടോ? കിളിയൊക്കെ പറന്നു വന്നവനൊക്കെ നോക്കുവാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പയ്യെ ഇവിടെ അങ്ങ് സൈഡിലേക്ക് കൊണ്ടുപോകണം. ഒരു മിനിറ്റ്, ഞാൻ ഫ്രണ്ടിൽ പോയി. എന്നാ ഓട്ടം നോക്കി എടി, ഇങ്ങനെ ഓടാതിട്ട് നീ എങ്ങോട്ടായി ഓടുന്നേ? ഓക്കെ, ബാ കൊണ്ടുവരും. പായ മാച്ചാ, ബാ എടി പായാതെടി, പതിയെ. ഓക്കെ. ഇതുകൊണ്ടാണ് ഗൈസ്, നമ്മുടെ മൊയിലൂടെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഇടുന്ന് മാറ്റ് എടി. എന്നാ സംഭവം? ഇതാണ് ഗൈസ്. ശ്വാസം കിട്ടുന്നില്ല ഗൈസ്. പുള്ളിക്കാരി ഭയങ്കര ഇതാണ് കേട്ടോ. ഒരു മിനിറ്റ് അനങ്ങാൻ നിൽക്ക്. ഇത് കണ്ടോ, മൊയിലിന് ഒരു പേടിയില്ല കേട്ടോ. മൊയിലൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ടിരിപ്പുണ്ട്. അനങ്ങാതിരുന്നേ. എടുത്ത് കൈ പിടിച്ച് പിടിക്കത്തില്ലേ? എന്നാ തോന്നുന്നത് മമ്മിക്ക്? എന്നാ തോന്നുന്നത്? പിടിക്കത്തില്ല അല്ലേ? എനിക്കും തോന്നി ഇവിടെ കടിക്കുമെന്നാ തോന്നുന്നത് കണ്ടിട്ട്. ടെൻഷനായി ശോഭയ്ക്ക്. എടി ഇങ്ങോട്ട് നോക്കി. ഓ മൈ ഗോഡ് ഗൈസ്, അവൾക്ക് ടെൻഷനായി കേട്ടോ. അങ്ങോട്ടും ഉണ്ടോ? അവിടെ വിട്ടെ. നോ ആ പാലത്തേക്ക് അടിക്കും. പാലത്തേക്ക് എറിയോ? അവളെ ഗ്രിപ്പില്ല പാലത്തേക്ക് അവൾക്ക്. കയറി പാലത്തേക്ക് അടിക്കും. കയറി പൊടി. അവിടെ കയറിന്നോ? അയ്യോ, പുള്ളിക്കാരിക്ക് ടെൻഷനായി കേട്ടോ. പുള്ളിക്കാരിക്ക് കിളീന് ഒരു പ്രശ്നമില്ല. അപ്പുറം ഒരു പ്രാവ് വന്നിട്ട് നമ്മുടെ ഡയമണ്ട് അവിടെ വന്നിരിപ്പുണ്ട്. അതിനൊന്നും പുള്ളിക്കാരിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. എനിക്കൊന്ന് മൊയിലിനെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത്. അതിൻ്റെ കാര്യം ഒന്നുകൂടെ കൊണ്ടുപോയി നോക്കി. അന്ന് അവളെ എടുത്തേ. ഓക്കെ, ബാ. ഇവിടെ കൊണ്ടുവന്നേ, അടുത്തുകൊണ്ടുവന്നേ. ചുമ്മാ അടുത്തൊന്നും കൊണ്ടുവന്നേ. നമ്മളുണ്ട് നമ്മളിപ്പോൾ ഉണ്ടല്ലോ, പപ്പയാണെങ്കിൽ ഒരു മൊയിലിനെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. അത് ശോഭയും കയ്യിരിപ്പുണ്ട്. കാണിച്ച് ശോഭേ. അയ്യോ, ഇവൾക്ക് ശോഭയ്ക്ക് അസൂയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നക്കാനായിട്ടാണ് കേട്ടോ. ശോഭയുണ്ടല്ലോ, അവളെ ചെറുതായിട്ട് നക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് റിസ്ക് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇത് ഭയങ്കര അസൂയക്കാരി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ അസൂയ മൂത്തിട്ടാണോ അതോ ഇവൾക്ക് പിടിക്കാനായിട്ടാണെന്ന് അറിയത്തില്ല. നമുക്ക് എന്നാലും റിസ്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇതുണ്ടോ നമ്മുടെ കോക്കുനെ. ഇവൾക്ക് കിളികളെ ഒന്നും ഒരു പേടിയില്ല കേട്ടോ. നമ്മുടെ കോക്ക് ഇവിടെ വന്നിരിപ്പുണ്ട്. കോക്കുനെ ഒന്നും ഇവൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവൾക്ക് കൂടുതലായിട്ട് മൊയിലിനെ ഇവിടെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുന്നത് എങ്ങോട്ട് നോക്കി. ഇതുണ്ടോ, ഇവിടെ നോക്കുന്ന മൊത്തം മൊയിലിരിക്കുന്ന സൈഡിലേക്ക്. ഇതുണ്ടോ, കിളീനെ നോക്കുന്നില്ല. കിളീനെ പുള്ളിക്കാരിക്ക് പ്രശ്നമില്ല തോന്നുന്നു. എന്നാ മൊയിലിൻ്റെ പ്രശ്നം? എന്നാടി? ഉയ്യോ, ഇവളുടെ ഹാർട്ട് ബീറ്റ് ഞാൻ നോക്കട്ടെ. ഉയ്യോ, ഹാർട്ട് ബീറ്റ് ഭയങ്കരമാണ് കേട്ടോ. ഭയങ്കര ഹാർട്ട് ബീറ്റാണ്. ശോഭയ്ക്ക് അസൂയ മൂത്ത് ശോഭയുടെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളെ താഴെ
അവളെ ഇറക്കിക്കോ 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 ഇറക്കിക്കോ. മണിയനെ കൊടുക്കുവാണെങ്കിൽ എപ്പോ വായിക്കാത്ത മണീനെ കൊടുക്കാൻ ഒന്ന് കണ്ണു തരിക. ഓടി ഇങ്ങോട്ട് പൊടി 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 പൊടി. നമ്മൾ ശോഭനെ കൂട്ടിൻ്റെ പുറത്തിറക്കണം കേട്ടോ. മീനിനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. മീനിനൊന്നും അവൾ തൊട്ട് പോലും നോക്കുന്നില്ല. മീനിനെ അവളൊന്ന് നക്കി നോക്കിയാൽ കേട്ടോ. എന്നാലും കടിച്ചോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് മുയലിൻ്റെ കാലത്ത് നമുക്ക് റിസ്ക് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. പുറത്തിറങ്ങിക്കോടി പെണ്ണേ. ജിനോജനാണെങ്കിൽ അവളെ പുറകെ കൊണ്ടിടാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല വെയിലായതുകൊണ്ട് നമ്മുടെ മീനുകളെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ സൈഡിൽ കൂടെ നോക്കുവാണെങ്കിൽ ഫുൾ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങൾ. ഇതുകൊണ്ട് എന്തോരം നോക്കി, എന്തോരം കുഞ്ഞു കുഞ്ഞു മീനുകളാണ് നോക്കിയിട്ടുണ്ടോ. ഫുള്ള് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാണേ. ഈ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ ഫുള്ള് കാണാൻ ജിനോജ് എന്തോരം നോക്കി, എന്തോരം പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാണ് ഇഷ്ടം പോലെ. ഇതുണ്ടോ അടിപൊളി മീനൊക്കെ നല്ല രസമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതുണ്ടോ നമ്മുടെ കോഴിക്കാർപ്പൊക്കെ നല്ല മുട്ടന്മാരായി. നമ്മൾ മേടിച്ചുകൊണ്ടിട്ടപ്പോൾ ഈ ഒരു വലുപ്പമൊക്കെ ആയിരുന്നു മാക്സിമം ഉള്ളത്. അവന്മാരെല്ലാവരും നല്ല വലുപ്പമായി കേട്ടോ. ഇതുണ്ടോ, ഇത് നമ്മുടെ ഫാൻറ്റെയിൽ. ഇവനെ കാണാൻ നല്ല രസമില്ല ഈ ഒരു ഫാൻറ്റെയിൽ. എന്ത് അവനോട് ഇതൊക്കെ നല്ല വലുപ്പം വെച്ചല്ലേ. ഞാൻ പറഞ്ഞിട്ട് പിടിച്ച് ഞാനാണെങ്കിൽ നമ്മുടെ ഒരു കോഴിക്കാർപ്പിന് പിടിക്കാൻ പറ്റും. നോക്കട്ടെ, നോക്കി എന്നാ വലുപ്പം നോക്കി. ബാ 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 ബാ. ആരെയും പിടിക്കണ്ടേ. ഇതുണ്ടോ, ഇതൊക്കെ എന്നാ വലുപ്പം നോക്കി. ഇതുണ്ടോ, നമ്മൾ മേടിച്ചപ്പോഴേക്കൊന്നും ഇവർക്കൊന്നും വലിയ വലുപ്പമില്ലായിരുന്നു കേട്ടോ. ഇതുണ്ടോ, ഇവന്മാർക്കൊന്നും പേടിയില്ല കേട്ടോ. നമ്മൾ ആദ്യം മേടിച്ച കോഴിക്കാർപ്പാണ്. നമ്മൾ ആദ്യം മേടിച്ച 3 കോഴിക്കാർപ്പിൽ ഒരെണ്ണമാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഞാൻ കാണിച്ചു തരാവേ. ഫാൻറ്റെയിൽ ഒരു ഇങ്ങനെ ഉയ്യോ, അത് കൊള്ളാം അല്ലേ. ഇതുണ്ടോ, ഇതിൻ്റെ വലുപ്പം നിങ്ങൾ നോക്കിയത് കണ്ടല്ലോ. ഇവർക്ക് അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കുളത്തിൻ്റെയൊക്കെ അവസ്ഥ. എല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നു. ശോഭയെ നമ്മൾ തിരിച്ചുകൊണ്ട് കൂട്ടിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരുടെ അടുത്തും ഒന്നും കൂടെ അഭിപ്രായം ചോദിക്കാം. ഇനി വന്നേ, ചേച്ചിക്ക് എന്നാ തോന്നുന്നത്, ശോഭ പിടിക്കുമോ ഇല്ലയോ? ഉറപ്പായിട്ടും കടിക്കുമല്ലേ? ഉറപ്പായിട്ടും കടിക്കും. അവളുടെ ആ ഒരു നമ്മുടെ ഹേർട്ട് ബീറ്റ് കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ചേച്ചിയുടെ കയ്യിൽ ആരും ഇരിക്കുന്നത് കാണിച്ചു കൊടുത്ത്. ചേച്ചിയോട് വന്നപ്പോൾ തന്നെ ഒരാളെ എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ മണിയൻ. ഏയ് ഏയ്, എൻ്റെ കയ്യിൽ വെള്ളം ഉള്ളതുകൊണ്ട് നക്കി നോക്കുവാണേ. മണിയപ്പൻ, മണിയൻ 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 മണിയൻ. ഓ, മണിയൻ നല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നാന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാണേ. ഇവിടെ ഇരുന്നോ, ഇനി പപ്പയുടെ വയ്ക്കാം. പപ്പേ, ശോഭ എന്നെ എടുക്കും. ശോഭ പിടിക്കും, വയലിനെ ഉറപ്പായിട്ടും പിടിക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ലായിരിക്കും. മമ്മിയൊക്കെയാണ് ആദ്യം പറഞ്ഞാൽ പിടിക്കത്തില്ല. മമ്മി വന്നേ കമോൺ കമോൺ. ശോഭ നമ്മുടെ ഇതിന് പിടിക്കോ ഇല്ലയോ? പിടിച്ചേനെയായിരിക്കും അല്ലേ, പിടിച്ചേനെയായിരിക്കും. അതുപോലെ തന്നെ അതുപോലെ തന്നെ പപ്പയാണെങ്കിൽ നമ്മുടെ കിളിക്കൂട് ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലാണ്. ഇത് കണ്ടോ, കിളിക്കൂടൊക്കെ അത്യാവശ്യം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, എല്ലാം അടിപൊളിയായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പനയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് എടുത്ത് കളയാൻ വേണ്ടി പറ്റത്തില്ലല്ലേ. എത്ര കൂടാന്നറിയോ, നിറച്ച് കൂടാണ്. അതിൽ നിറച്ച് ഈ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ പന നമുക്ക് ഇവിടെ നിർത്തിയേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ മറ്റേ ടിപ്പു സുൽത്താൻ്റെ ഒക്കെ പോലത്തെ തുരങ്കങ്ങളാണ് നിറച്ച്. ഇവിടെ ഒരു തരംഗം. ഇത് ഇവിടുന്ന് കയറി ഇവിടെ ചെന്നിട്ട് ഇതിനകത്തുകൂടെ തുളച്ചത് ഇപ്പറ വന്നു. അത് ഇവിടുന്ന് തുളച്ച് ഇതിലമ്മയുടെ ഇതുണ്ടോ ഇവിടെ വന്നു. അത് അവിടുന്ന് നേരെ തുളച്ച് ഇപ്പറ എത്തി. ഇത് ഇവിടുന്ന് തുളച്ച് അവിടെ ഇപ്പോൾ ഉടനെ വരും. അവിടെ നിന്ന് തുളച്ച് ഇവിടെ എത്തി. ഭാഗ്യത്തിന് ഇവന്മാരാരും ഇതുവരെ കൂടിൻ്റെ പുറത്തേക്ക് തുളച്ച് പോയിട്ടില്ല. കൂടിൻ്റെ പുറത്തേക്ക് തുളച്ച് പോകത്തില്ലെന്ന് തോന്നുന്നല്ലേ. കാര്യം ഇവന്മാരുടെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കൂടുതലായിട്ട് ഇവർക്ക് കൂടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇവർ തുളയ്ക്കുന്നത്. സാധാരണ ഈ മുയൽ ഇങ്ങനെ കുഴി ഉണ്ടാക്കുന്നത് പ്രസവിക്കാൻ നേരത്തേക്കാണ് ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ മിക്കവാറും നമ്മുടെ കിളിക്കൂട്ടിൽ ഉടനെ തന്നെ മുയൽ പ്രസവിക്കുമായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മൾ പുറകെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പറഞ്ഞു തരാൻ വേണ്ടി പറ്റുമോ, നമുക്ക് എന്നാ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന്. അതായത് നമ്മുടെ കിളിക്കൂട്ടിൽ ഇങ്ങനെ ഇവന്മാർ മൊത്തം കുഴിയൊക്കെ ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല, പുറത്തേക്ക് ഇറങ്ങിപ്പോൾ എന്നാ ചെയ്യും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വാട്ടർഫോൾ ഉണ്ടാക്കുന്നതിനകത്ത് ചെറിയൊരു മാറ്റം നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതിനെ പ്രതിയാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം വാട്ടർഫോൾ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത് അവിടെയാണ്. ആ ഒരു കോർണറിൽ വാട്ടർഫോൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നേരെ നമ്മുടെ കുളത്തിലേക്ക് ഡയറക്റ്റ് വീഴുന്ന രീതിയിൽ. അതല്ലെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു, ഞാൻ കാണിച്ചു തരാവേ. നമുക്ക് വന്ന സജഷൻ, നമ്മൾ കിളിക്കൂട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇത്ര ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെയായിട്ട് നമ്മൾ വാട്ടർഫോൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഒരു 10 അടി ഹൈറ്റിൽ നമ്മൾ വാട്ടർഫോൾ ചെയ്യുവാണെങ്കിൽ ഇതിലും വഴി വെള്ളം ഒഴുകി ഒരു നാച്ചുറൽ സ്ട്രീം പോലെ ഒരു കുഞ്ഞൊരു പുഴ പോലെ ഒഴുകിക്കൊണ്ട് വന്ന് നമ്മുടെ കുളത്തിലേക്ക് വിടാൻ പറ്റുമോ എന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചു. അപ്പോൾ എനിക്ക് നല്ലൊരു അഭിപ്രായമായിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും. ഏറ്റവും കൂടുതൽ അഭിപ്രായം അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു കുഞ്ഞു പുഴ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ കിളിക്കൂട്ടിലേക്ക് പോകാം. കിളിക്കൂട് വന്നു വന്നത് ഇപ്പോൾ പറമ്പ് മൊത്തം കൂടാണ് കേട്ടോ.
ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരോടും ചോദിക്കാം. അതായത് കിളിക്കൂട്ടിൽ നെക്സ്റ്റ് അവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്നാണ് കേട്ടോ. ജിനോജിന് ഇപ്പോൾ പെട്ടെന്നൊരു കാര്യം, അയ്യോ നിങ്ങളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കിളിക്കൂട്ടിലെ ഏറ്റവും സുന്ദരനായിട്ടുള്ള ഡയമണ്ടോ, ഞാൻ ഇന്നാണ് ഇതിന് നോട്ടീസ് ചെയ്യുന്നത്. ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ഭയങ്കര രസമല്ലേ ഗൈസ്? നമ്മുടെ കിളിക്കൂട്ടിലെ ഏറ്റവും സുന്ദരൻ അവനാണ് കേട്ടോ. എന്താ കാര്യം എന്നറിയത്തില്ല, പുള്ളിനെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇത് മാത്രമല്ല വേറെ കൂടി ഞാൻ കാണിച്ചു തരാവേ. ഇത് മമ്മി അത് കണ്ടോ? അല്ലല്ല, ആ വെള്ളനെ കണ്ടോ? വെള്ളം ഭയങ്കര രസമാണ്. ഈ വെള്ള നമ്മുടെ കിളിക്കൂട്ടിൽ ഏറ്റവും ഭംഗിയുള്ള 2 ഡയമണ്ടോ അവരാണ് കേട്ടോ. നമ്മുടെ കിളിക്കൂട്ടിൽ ഇനിയിപ്പോൾ ചെയ്യാനായിട്ട് ജിനോവാശൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കിളിക്കൂട്ടിൽ ചെയ്യാനോ വാങ്ങാനോ മേടിക്കാനായിട്ടോ ചെയ്യാനായിട്ടോ? എല്ലാവരും പറയുന്ന പോലെ തന്നെ മക്കാവ് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. മക്കാവ് ആണ് ജിനോവാശിൻ്റെ ആഗ്രഹം. പക്ഷേ മക്കാവ് ഇതുവരെ ബ്രീഡായിട്ടില്ല. നമുക്ക് ഏറ്റവും നല്ല ടേംഡ് ആയിട്ടുള്ള ഒരു കിളീനെ തരാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടേതാണ് മേടിക്കുന്നത്. ചേട്ടന്മാർ എന്നാണോ അത് റെഡിയാകുന്നത് അന്ന് നമ്മൾ മേടിക്കും കേട്ടോ. അടുത്ത് പപ്പ ചെടികൾ വെക്കണം. ചെടികൾ വെക്കണം. നമുക്ക് കഴിഞ്ഞ ദിവസം വേൾഡ് എൻവയൺമെന്റൽ ഡേ ആയിട്ട് നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിച്ചു, നമ്മൾ മാത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഒന്നും ഇട്ടില്ലല്ലോ എന്ന്. നിങ്ങളൊന്ന് ആലോചിക്കേ, വേൾഡ് എൻവയൺമെന്റ് ഡേക്ക് മാത്രമായിട്ട് ഒരു കുഞ്ഞൊരു ചെടി വെച്ചിട്ട് അതിനെ ആരും നോക്കത്ത് പോലും ഇല്ല കേട്ടോ. സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാലോ, ഈ വെക്കുന്നതിനകത്ത് 90% ആൾക്കാരും അതവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്തിടുന്നു, വിടുന്നു കാര്യങ്ങളെല്ലാം. നിങ്ങൾ നമ്മുടെ പറമ്പ് നോക്കിയേ, കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ എൻവയൺമെന്റൽ ഡേ നമ്മൾ ഒരു ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു കാര്യമല്ല, അത് സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനകത്ത് മെയിനായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പപ്പ തന്നെയാണ് കേട്ടോ. കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പപ്പയാണ്. അപ്പോൾ നമുക്ക് എൻവയൺമെൻറ്റൽ ഡേ എന്ന് പറയുന്നത് ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു കാര്യമല്ല, അത് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അതിനെ വെറും പ്രഹസനമാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. വൻ കോമഡിയാണ് സോഷ്യൽ മീഡിയ കയറി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ചേച്ചി കിളിക്കൂട്ടിൽ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യം, പപ്പ പറഞ്ഞ പോലെ കുറച്ച് ചെടികളും മരങ്ങളും വെച്ച് നമ്മുടെ കിളിക്കൂടിനെ അങ്ങോട്ട് ഒരു ഹരിതാപം പച്ചപ്പാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മമ്മി, എനിക്ക് ഇതിന് ചേരുന്ന എന്ത് മേടിച്ചാലും എനിക്ക് ഇഷ്ടമാണ്. കിളിക്കൂട്ടിലോട്ട് കിളികളെയും അത് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഏറ്റവും ഇഷ്ടമുള്ള കിളി ഏതാ? ഇപ്പൊ മേടിക്കാനായിട്ട് പോവാണെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാം. എനിക്ക് ഡയമണ്ടോനെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. രണ്ടാമത് ലവ് ബേർഡ്സിനെയാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ അത് അസുഖം വരും. ജാവയോ? അപ്പോൾ ജാവയും ലവ് ബേർഡ്സും. അപ്പം മമ്മിക്ക് ഇഷ്ടം കിളികളെയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ നിങ്ങളും കമൻറ്റ് ചെയ്യുക, അതനുസരിച്ച് നമ്മൾ മേടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് വരുന്ന വീഡിയോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു കയാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇറ്റ്സ് മീ സെബിൻ സിറിയക്, പപ്പ, മമ്മി, ജിനോ ചാച്ചൻ, സി ചേച്ചി, ബാക്കി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? മമ്മി കോക്കു, ശോഭ, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. ഇതുണ്ടോ? ഇതല്ലേ കേട്ടോ, ഇതുണ്ടോ? കൈ നക്കാനായിട്ടാ കേട്ടോ. ഇവളെങ്ങാനും ഓടിപ്പോയി വല്ല മുയലിനെ കടിക്കുവാണെങ്കിൽ എൻ്റെ കയ്യിൽ വെള്ളം ഉള്ളതുകൊണ്ട് നക്കി നോക്കുവാണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ.